ഹലോ ഓൾ, എല്ലാവർക്കും പൾപ്പിറ്റിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൾച്ചറൽ സ്റ്റഡീസിലെ അടുത്ത എസ്സേ ആയിട്ടുള്ള കൾച്ചർ ഇൻഡസ്ട്രി റീകൺസിഡേർഡ്, അഡോണോയുടെ കൾച്ചർ ഇൻഡസ്ട്രി റീകൺസിഡേർഡ് ആണ് നോക്കുന്നത്. നിങ്ങൾക്കറിയാം, യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് ആദ്യം ബേസിക് സമ്മറി, ഇതിനകത്ത് ബേസിക് സമ്മറി ആണ് ക്ലാസ്സിൽ വരുന്നത്. രണ്ടാമത് ഒറിജിനൽ എസ് എച്ച് എടുത്തിട്ട് അതിൽ നിന്ന് വേണ്ടുന്ന പോയിന്റ്സ് ഒക്കെ എടുക്കുകയാണ്. ഇപ്പം വിഷ്വൽ പ്ലഷർ ആൻഡ് നറേറ്റീവ് സിനിമ ക്ലാസ്സിൽ ഇരുന്നവർക്കറിയാം, ഒത്തിരി കുഞ്ഞു കുഞ്ഞു റെഫറൻസുകളുടെ ഒരു കൂമ്പാരം തന്നെ സമ്മറി പഠിച്ചതിന് ശേഷം നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒത്തിരി മൂവി നെയിംസ് ഉണ്ട്, ഹിച്ച്കോക്കിന്റെ മൂവി സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ വരുന്ന ഒരുപാട് റെഫറൻസുകളും കാര്യങ്ങളും ഈ കൾച്ചറൽ സ്റ്റഡീസിലെ എസ്സേസിൽ വരുന്നുണ്ട് എന്നുകൂടി ഓർത്തിരിക്കണം. ഇത് ബേസിക് സമ്മറി പാർട്ടാണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന് വേണ്ടി മാത്രമായിട്ട് എന്താണ് ഇതിന്റെ ഒരു ബേസിക് സമ്മറി, എന്താണ് ഇതിന്റെ ഐഡിയ, ഏത് പ്ലെയിനിലാണ് ഈ ഒരു എസ്സേ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ തരുന്ന ക്ലാസ് മാത്രമാണ്. ഫർദർ ക്ലാസ്സസ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൾച്ചർ ഇൻഡസ്ട്രി റീകൺസിഡേർഡ്. ഈ ഒരു എസ്സേ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അഡോണോ എന്ന് പറയുന്ന ആ ഒരു റൈറ്ററെ പറ്റി, ഓതറിനെ പറ്റി നോക്കണം. 1903 to 1969 ധാരാളം പേര് മെസ്സേജ് അയച്ചും വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്, പ്രൊഫൈൽ അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണോ? വേണ്ട, നിങ്ങൾ ഒരു മീഡിയം റേഞ്ചിൽ പഠിച്ചാൽ മതി. ബിക്കോസ് HSAക്ക് നമ്മൾക്ക് പഠിച്ച കണക്ക് അത്ര ഡെപ്തിൽ നമ്മൾ പഠിക്കാൻ നിന്നാൽ തീരാത്ത സിലബസ് ആണ് HSST. നമ്മൾ അവിടെ ഒരു കറക്റ്റ് ഒരു മീഡിയം സ്റ്റാൻഡ് എടുക്കണം, പ്രോപ്പറായിട്ട് പഠിക്കുകയും വേണം. എന്നാലും അതിൻ്റെ അകത്തു നിന്നുള്ള സംഭവങ്ങളെല്ലാം സ്ക്വീസ് ചെയ്ത് എടുത്ത് പഠിക്കുന്ന ഒരു മെത്തേഡിലോട്ട് വേണം നമ്മൾ പോകാൻ. ഓതറിന്റെ ബേസിക് ഡീറ്റെയിൽസ്, അവാർഡ്സ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്, ഒപ്പം അദ്ദേഹത്തിന്റെ മേജർ കോൺട്രിബ്യൂഷൻസ് ഏതെങ്കിലും മൂവ്മെന്റുമായിട്ട് പാർട്ടായിട്ടുണ്ടോ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇവിടെ 1903 to 1969 ആണ്. ഹി വാസ് എ ജർമ്മൻ ഫിലോസഫർ. നമ്മൾ എപ്പോഴും പറയും ജർമ്മൻ ഫിലോസഫേഴ്സിന്റെ ഒക്കെ ഒരു അയ്യരാട്ടമാണ് നമ്മൾ കൾച്ചറൽ സ്റ്റഡീസിൽ കാണുന്നത്. അത്രമാത്രം പ്രോമിനന്റ് ആയിട്ടുള്ള ധാരാളം ജർമ്മൻ ഫിലോസഫേഴ്സ് ഉണ്ട്. നമ്മുടെ അഡോണോയും അത്തരത്തിലുള്ള ജർമ്മൻ ഫിലോസഫർ ആണ്, സൈക്കോളജിസ്റ്റ് കൂടിയാണ്. ആൻഡ് ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിന്റെ ആദ്യകാലത്തെ മെമ്പേഴ്സിൽ ഒരാളായിരുന്നു. ലൈക്ക് മോസ്റ്റ് തിയറിസ്റ്റ് ഓഫ് ദി സ്പെസിഫിക് സ്കൂൾ, അഡോണോയും എന്തിന്റെ മാർക്സിസ്റ്റ് ഐഡിയോളജീസിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. പ്ലസ് ഇദ്ദേഹം ഫ്രൂയിഡിയൻ സൈക്കോളജിയിലും താല്പര്യമുണ്ട്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു അല്ലെ, അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് കൂടിയാണ് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അവിടെ ഫ്രൂയിഡ് റെഫറൻസ് കൂടി വരുന്നുണ്ട്. ഫ്രൂയിഡിന്റെ ഐഡിയോളജീസിനെയും ഇദ്ദേഹത്തെ, നോട്ട് ഓൺലി മാർക്സിസ്റ്റ് മാത്രമല്ല, ഒപ്പം ഫ്രൂയിഡ് തുടങ്ങിയ സൈക്കോളജിസ്റ്റുകളും ഇദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ സിൻസ് അദ്ദേഹം ഒരു ജർമ്മൻ ആയതുകൊണ്ട് തന്നെ നാസീസ് നടത്തുന്ന ഹോളോകോസ്റ്റ് ഒക്കെ ഇദ്ദേഹത്തിനെയും പേഴ്സണലി നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അദ്ദേഹത്തിന്റെ വംശത്തിനെതിരെ നടക്കുന്ന വർഗീയ കലാപങ്ങളും ഓഫ് കോഴ്സ് ഒരു വാറിന്റെ അവസ്ഥയും ഒക്കെ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് സ്റ്റാലിന്റെ അണ്ടറിൽ ഉണ്ടായിരുന്ന മാസ് മേർഡേഴ്സ് ഇദ്ദേഹത്തെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. So he raised questions of why and how modern rationality gave birth to such acts of terror. എന്തുകൊണ്ടാണ് മോഡേൺ മൈൻഡ് സെറ്റ് ഇത്തരത്തിലുള്ള ടെറേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിന് പെർമിഷൻ കൊടുക്കുന്നത്, തുടങ്ങിയ ഒട്ടനവധി ക്വസ്റ്റ്യൻസ് അദ്ദേഹം റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. He coined the term identity thinking. Identity thinking is very important. ഐഡന്റിറ്റി തിങ്കിങ് എന്തുവാണ് ഐഡന്റിറ്റി തിങ്കിങ് എന്ന് പറഞ്ഞാല്, അതായത് നിങ്ങൾ ഭയങ്കര യുണീക്ക് കപ്പാസിറ്റി ഉള്ള ഒരാളാണോ എന്ന് വിചാരിക്കുക. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള യുണീക്കായിട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ്. പക്ഷേ സമൂഹം എന്ത് ചെയ്യും, നിങ്ങളെ ഡ്രാഗ് ചെയ്ത് പാറ്റേണിലോട്ട് കൊണ്ടുവരും. നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല, ലൈഫ് എക്സ്പ്ലോർ ചെയ്യാനും ട്രാവൽ ചെയ്യാനും ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാനും യാതൊരു കൂച്ചു വിലങ്ങുകളിൽ പെടാതെ ജീവിക്കാനുമാണ് നിങ്ങൾക്ക് ഇഷ്ടം. പക്ഷെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഈവൻ ഈ പറയുന്ന നല്ല ഏജ്ഡ് ആയവരും നിങ്ങളുടെ കല്യാണത്തിന്റെ ഫുഡ് ഉണ്ടിട്ടേ മരിക്കത്തുള്ളൂ എന്ന് സത്യപ്രതിജ്ഞ എടുക്കുന്നു. നിങ്ങളുടെ വീട്ടുകാരെ നിരന്തരം ശല്യം ചെയ്യുന്നു, അവർ നിങ്ങളെ കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിക്കുന്നു. സോ എത്രമാത്രം നിങ്ങൾ യുണീക്ക് ആയാലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ പാറ്റേണിലോട്ട് പോകുന്നതിനെയാണ്, അപ്പം നമ്മുടെ ആ ഒരു യുണീക്നെസ് നഷ്ടപ്പെടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഐഡന്റിറ്റി തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പം ഇത് മാത്രമല്ല നമ്മുടെ അഡോണോ കൊണ്ടുവന്നിട്ടുള്ളത്, പക്ഷെ നമ്മുടെ SAU നമ്മൾ പഠിക്കുമ്പോൾ ഐഡന്റിറ്റി തിങ്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഐഡന്റിറ്റി തിങ്കിങ് നമ്മുടെ ആ ഒരു കപ്പാസിറ്റി മീഡിയ ഇല്ലാതാക്കുന്നു. നമ്മളെല്ലാം ഒരേ ടൈപ്പ് ഓഫ് ലൈഫിലോട്ട് പോകുന്നതും കാണാൻ പറ്റുന്നുണ്ട്. Okay, so identity thinking is used
ടു ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് കാറ്റഗറിക്കൽ തോട്ട് ഇൻ മോഡേൺ സൊസൈറ്റി. ഒരേപോലത്തുള്ള സെയിം തോട്ട്, സെയിംനെസ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുന്നത് സെയിംനെസ് ആണ് അല്ലേ, സെയിംനെസ് ആണ് വരുന്നത്. ഒരേപോലെ നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ബൈ വിച്ച് എവറിത്തിങ് ബിക്കംസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ അബ്സ്ട്രാക്ട് ആൻഡ് ദസ് നത്തിങ് ഇൻഡിവിജ്വൽ ഇൻ ഇറ്റ്സ് ആക്ച്വൽ സ്പെസിഫിക് യുണീക്നെസ്. അത് നമുക്കില്ല. ഈ നമ്മുടേത് മാത്രമായ നമ്മുടെ ആ ഒരു യുണീക്ക് ആയിട്ടുള്ള ചിന്താരീതികളും ഒക്കെ നമ്മളിൽ നിന്ന് ഇവർ എന്ത് ചെയ്തേക്കുവാണ്, എന്നേക്ക് എടുത്ത് കളയുവാണ്. ഇനി അടുത്തത് നമ്മുടെ റൈറ്റർ പാർട്ടായിരുന്ന ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ എന്താണെന്നുള്ളൊരു ചെറിയ ഒരു ഐഡിയ ആണ്. ഇറ്റ് ഈസ് എ സ്കൂൾ ഓഫ് സോഷ്യൽ തിയറി ആൻഡ് ക്രിട്ടിക്കൽ ഫിലോസഫി അസോസിയേറ്റഡ് വിത്ത് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ റിസർച്ച് അറ്റ് ഗദേ യൂണിവേഴ്സിറ്റി. ഓക്കെ, സോ ദിസ് ഈസ് ബേസിക്കലി എന്താണ്, ഒരു സോഷ്യൽ തിയറിയും ആണ് ക്രിട്ടിക്കൽ ഫിലോസഫിയും ആണെന്ന് പറയുന്നുണ്ട്. അത് കോയിൻ ചെയ്ത വർഷവും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് വായിച്ചു നോക്കിയിരുന്നാൽ മതി. ഇനി നമ്മൾ മേജർ വർക്ക്സ്, ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതാണെന്ന് ഉള്ളത് ഓർക്കണം. അതിൽ ആദ്യത്തത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയലക്റ്റിക് ഓഫ് എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്ന വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മുടെ എസ്സേയിൽ ഡയറക്റ്റ് റെഫറൻസ് വരുന്ന, നമ്മുടെ എസ്സേ തുടങ്ങുന്നത് തന്നെ ഈ ഒരു വർക്കിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണ് 1947 ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്ത് വരുന്നതെന്നും ഓർത്തിരിക്കേണ്ടതായിട്ട് ഉണ്ട്. ദെൻ ഫിലോസഫി ഓഫ് മോഡേൺ മ്യൂസിക്, the authoritarian personality, negative dialectics, aesthetic theory തുടങ്ങിയ ഒത്തിരി വർക്ക് എഴുതിയിട്ടുണ്ട്. അതിൽ ഈ ഡയലക്റ്റിക് ഓഫ് എൻലൈറ്റ്മെന്റ് ആൻഡ് ദ പബ്ലിഷിംഗ് ഇയർ 1947 എന്ന് പറയുന്ന വർഷം നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് അബൌട്ട് ദി എസ്സേ. ദ എസ്സേ കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്ന എസ്സേ, കൾച്ചർ ഇൻഡസ്ട്രി റീകൺസിഡേർഡ് വാസ് റിട്ടൺ ആൻഡ് പബ്ലിഷ്ഡ് ഇൻ 1963. 1963 നമ്മുടെ വർക്ക് എഴുതപ്പെടുന്നതും ഒപ്പം എന്ത് ചെയ്യുന്നതും പബ്ലിഷ് ചെയ്യുന്നതും. സോ 1963 എന്ന് പറയുന്ന വർഷമാണ് നമ്മുടെ എസ്സേ എഴുതപ്പെടുന്നതും പബ്ലിഷ് ചെയ്യപ്പെടുന്നതും. ഇൻ ദിസ് എസ്സേ Adorno discusses the Frankfurt School concept of the culture industry and its applications in media. അപ്പൊ ഫ്രാങ്ക്ഫർട്ട് സ്കൂളിനെ പറ്റിയുള്ള കോൺസെപ്റ്റും അത് മീഡിയയിൽ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളുമാണ് പറയുന്നത്. കൾച്ചർ ഇൻഡസ്ട്രി ഈസ് എ ടേം യൂസ്ഡ് ബൈ അഡോർണോ ആൻഡ് മാക്സ് ഹുക്കൈമർ to describe how popular culture in the capitalist society functions like an industry in producing standardized products with. നോക്കിക്കേ, ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം. സമാധാനത്തിൽ പഠിച്ചു തുടങ്ങിയാൽ മതി. ഈ എല്ലാവർക്കും ഒരു പൊതുധാരണയുണ്ട്, നമ്മൾ അങ്ങോട്ട് ബേസിക്കലി കൾച്ചറൽ സ്റ്റഡീസ് പഠിക്കുമ്പോൾ വാരി വലിച്ചിട്ട് പഠിക്കണം, ആകെ ഒരു ബഹളമാണ്. അത്രയൊന്നും വേണ്ട. നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളും അതിൻ്റെ അകത്തെ ഇന്റേണൽ റെഫറൻസുകളും മാത്രം പഠിച്ചിട്ട് പോയാൽ മതി. ആദ്യം നമുക്ക് അതിൻ്റെ അകത്ത് പറയുന്ന കാര്യം എന്താണെന്നുള്ളൊരു പ്രോപ്പർ ബോധ്യം വേണം. അതിനാണ് നമ്മൾ സമ്മറി പഠിക്കുന്നത്. ദെൻ ആ എൻ്റയർ എസ്സേയിലെ ഇന്റേണൽ റെഫറൻസുകൾ ആരൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ കൾച്ചർ ഇൻഡസ്ട്രി റീകൺസിഡേർഡിൽ നമ്മുടെ ബ്രച്ചിനെ പറ്റി പറയുന്നുണ്ട്, എപ്പിക്തിയേറ്റർ കൊണ്ടുവന്ന ബ്രച്ചിനെ പറ്റി പറയുന്നുണ്ട്, പ്ലേറ്റോ റെഫറൻസ് വരുന്നുണ്ട്, പ്ലേറ്റോയെ പറ്റി പറയുന്നു. സോ അതൊക്കെ എന്താണ്, ഏത് കോണ്ടെക്സ്റ്റിലാണ് അത് വരുന്നതെന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വേറെ ഒന്നും ഇല്ല ഇതിൻ്റെ അകത്ത്, വലിയ വേറെ ഇഷ്യൂസ് ഉള്ള കാര്യങ്ങളൊന്നുമേ ഇല്ല. പിന്നെ നമ്മളത് പയ്യെ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്റ്റുഡൻസിന് നമ്മളിങ്ങനെ ഒരു PDF കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എൻറ്റയർ കൾച്ചറൽ സ്റ്റഡീസിൻ്റെയും എസ്സേസ് ഒറ്റ PDF ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുവാണ്, ആ PDF എടുത്തിട്ട് അതിൻ്റെ അകത്ത് 1, 2, 3, 4, 5 പേജൊക്കെ ഉള്ളൂ. കൾച്ചർ ഇൻഡസ്ട്രി ഒക്കെ കുഞ്ഞു വർക്കുകളാണ്. നമുക്ക് അതേസമയം ജെൻഡർ ഒക്കെ വരുമ്പോൾ കുറച്ച് വലിയ വർക്ക് വരുന്നുണ്ട്. കൾച്ചർ ഇൻഡസ്ട്രി എടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് മാസസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓഫ് കാൽക്കുലേഷൻ ആണ്. ഇതെനിക്ക് ഒരു ക്ലാസ് കൂടി യൂട്യൂബിലേക്ക് നമുക്ക് ഇതിൻ്റെ തരാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാണ്. ഒബ്ജക്റ്റ് ഓഫ് കാൽക്കുലേഷൻ ഉണ്ട്. ഒബ്ജക്റ്റ് അതായത് മാസസ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു അണ്ടറിൽ ഒബ്ജക്റ്റ് ഓഫ് കാൽക്കുലേഷനാണ്. ഇതൊക്കെ പറയുന്ന എസ്സേയാണ് കൾച്ചർ ഇൻഡസ്ട്രി. അല്ലാതെ അതിൻ്റെ അകത്ത് വേറെ വിഷയങ്ങളൊന്നും ഇല്ല. ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് മാസസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓഫ് കാൽക്കുലേഷനാണ്. എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഒബ്ജക്റ്റ് ഓഫ് കാൽക്കുലേഷൻ ആണെന്ന് പറഞ്ഞാൽ എന്തുവാ? മാസസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഓഫ് കാൽക്കുലേഷൻ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളുടെ വീടിനടുത്ത് ഒരു KFC സെന്റർ വരുന്നു. അപ്പൊ അത് വരുന്നതിന് മുമ്പ് ആ ഒരു ഇൻഡസ്ട്രി തിരക്കും. ഇത്രയും വലിയ, അതായത് നമുക്കറിയാം നമ്മൾ നോർമൽ കഴിക്കുന്ന ചിക്കന്റെ റേറ്റ് അല്ല KFCയിലെ. സോ ഈ ഒരു ലക്ഷറി താങ്ങാൻ പറ്റുന്ന ആൾക്കാരാണോ അവിടെ ഉള്ളത്?
അവർ നൈറ്റ് പുറത്തിറങ്ങുന്നവരാണോ? ബിക്കോസ് നിങ്ങൾക്കറിയാം KFCയുടെ ടൈം 2 മണി വരെ ഉണ്ട്. അപ്പൊ അവർ നൈറ്റ് ലൈഫ് ഉള്ളവരാണോ? അപ്പം നമ്മളെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു സംഭവമായിട്ട് മാറി. ഈവൻ ലെയ്സ് കമ്പനി ഇന്ത്യയിൽ തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ ഇവിടെ വളരെ സുലഭമായിട്ട് അവൈലബിൾ ആവുന്ന ഉരുളക്കിഴങ്ങ് ഇങ്ങനെ തന്നാൽ ഇന്ത്യക്കാർ വാങ്ങുമോ എന്നുള്ളതായിരുന്നു പ്രൈമറി കൺസേൺ. സോ ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കാൻ അവർക്ക് വലിയ വലിയ ഏജൻസ് ഉണ്ട്. അപ്പം ഇവിടെ ഈ മാസസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? ഒബ്ജക്ട്സ് ഓഫ് കാൽക്കുലേഷൻ ആയിട്ട് മാറുന്നു. ഈ ഇൻഡസ്ട്രി ചിന്തിക്കും, ഇതിങ്ങോട്ട് തന്നാൽ നമ്മൾ ഇത് വാങ്ങുമോ എന്ന് ചിന്തിക്കും. ഒബ്ജക്ട്സ് ഓഫ് കാൽക്കുലേഷൻ നമ്മൾ വെറും അവർക്ക് കണക്ക് കൂട്ടാനുള്ള കാര്യങ്ങളായിട്ട് മാറുന്നു. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതിൻ്റെ അകത്ത് എസ്സേയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് മാസസ് ബിക്കം ഒബ്ജക്റ്റ് ഓഫ് കാൽക്കുലേഷൻ. അപ്പൊ അത് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ സമ്മറി പഠിച്ചിട്ട് നമ്മൾ എസ്സേ ഒന്ന് നോക്കിയാൽ മതി. ഇതിൻ്റെ അകത്ത് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ള കാര്യങ്ങളല്ല കൾച്ചർ ഇൻഡസ്ട്രി എന്നുള്ളത് നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കണം. ഓക്കെ, സോ ഇവിടെ ജസ്റ്റ് ആ ഒരു അങ്ങനെ ഈ എസ്സേസ് എല്ലാം എടുത്തിട്ടൊന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് വായിച്ചു നോക്കിയാൽ തന്നെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഒപ്പം ക്ലാസ്സുകളും കണ്ടാൽ മതി. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഇദ്ദേഹം ചെയ്യുന്നത് എങ്ങനെയാണ് പോപ്പുലർ കൾച്ചർ വെരി ഇമ്പോർട്ടൻ്റ് ടേമാ. പോപ്പുലർ കൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റ്. ഏറ്റവും എല്ലാരും സ്വീകരിച്ചിരിക്കുന്ന കൾച്ചർ പോപ്പുലർ കൾച്ചർ എങ്ങനെയാണ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ ഒരു ഇൻഡസ്ട്രിയെ പോലെ ഫങ്ഷൻ ചെയ്യുന്നത്. ഇപ്പം ഈ കൾച്ചർ ഇൻഡസ്ട്രി ഇങ്ങോട്ട് വന്നപ്പോൾ അത് ആദ്യം ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോ കൾച്ചറും ഹൈ കൾച്ചറും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടായിരുന്നു, അല്ലെ? ലോ കൾച്ചർ എന്ന് പറഞ്ഞാൽ വെറും സാധാരണക്കാരന് ചെയ്യുന്നതായിരുന്നു. ഹൈ കൾച്ചറിൽ എലൈറ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ബൗണ്ടറീസിനെ എന്ത് ചെയ്തു? പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിയിട്ട് ഒരു പോപ്പുലർ കൾച്ചർ ഉണ്ടാക്കിയെടുത്തു. ഫോർ എക്സാമ്പിൾ ധനുഷിന്റെ അല്ലെങ്കിൽ വിജയുടെ ഡാൻസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൽ തനത് നാടൻ തമിഴ് ആ ഒരു എനർജറ്റിക് വൈബും ഉണ്ട്, പ്ലസ് ഒരു നമ്മൾ ഈ പറയുന്നത് പോലെ കൊറിയോഗ്രാഫി ചെയ്യുന്ന ഹൈ ആർട്ടും വരുന്നുണ്ട്. ഒരു കുഞ്ഞൻ എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. സോ ഇവിടെ ആ ഡപ്പാങ്കൂത്ത് സ്റ്റൈലുള്ള ആ ഒരു ലോ കൾച്ചറും മാറ്റി, എന്നാൽ കംപ്ലീറ്റ്ലി കൊറിയോഗ്രാഫി ചെയ്ത സംഭവം മാറിയിട്ട് ഒരു പോപ്പുലർ കൾച്ചർ ഡെവലപ്പ് ചെയ്തു. നമ്മളിപ്പോ പ്രഭുദേവയുടെ ഒക്കെ ഡാൻസ് കണ്ടാലും നമുക്ക് മനസ്സിലാവും പോപ്പുലർ കൾച്ചർ അത് മനസ്സിലാവുന്നുണ്ട്. അപ്പം കൾച്ചർ ഇൻഡസ്ട്രി ഇങ്ങോട്ട് വന്നിട്ട് ഈ രണ്ടെണ്ണത്തിന്റെയും ബൗണ്ടറീസ് മാറ്റി. രണ്ടും കൊള്ളില്ല എന്ന് പറഞ്ഞാൽ മാറ്റിയേ. അതെങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ഒറിജിനൽ എസ്സേയിലുണ്ട്. ലോ കൾച്ചറിന്റെ ഡിഫക്റ്റ് എന്താ, ഹൈ കൾച്ചറിന്റെ ഡിഫക്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടാണ് മാറ്റുന്നത്. എന്നിട്ട് പോപ്പുലർ കൾച്ചർ കൊണ്ടുവന്നു, എല്ലാവരും സ്വീകരിക്കുന്ന പോപ്പുലർ കൾച്ചർ കൊണ്ടുവന്നിട്ട് പറയുകയാണ് അതെങ്ങനെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ എല്ലാം വിൽക്കുവാണ്. നിങ്ങൾ ഏത് പ്രോഡക്റ്റ് മേടിക്കാൻ ചെന്നാലും ആക്ച്വലി മാർക്കറ്റിൽ നിങ്ങളാണ് പ്രോഡക്റ്റ്, നിങ്ങളെയാണ് ഒബ്ജക്ട്സ് ഓഫ് കാൽക്കുലേഷൻ ആയിട്ട് ആര് അനലൈസ് ചെയ്യുന്നത്? ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി അനലൈസ് ചെയ്യുന്നത്. അതിനെപ്പറ്റിയൊക്കെയാണ് ഈ ഒരു എസ്സേ പറയുന്നത്. സമ്മറിയാണ്, വെപ്രാളപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല. സമാധാനത്തിൽ പഠിച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന് വേണ്ടി തയ്യാറെടുത്താൽ മതി. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എസ്സേ വേറെ നോക്കും. സോ ഇവിടെ എങ്ങനെയാണ് പോപ്പുലർ കൾച്ചർ ഇൻ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ഫങ്ഷൻസ് ലൈക്ക് ആൻ ഇൻഡസ്ട്രി ഇൻ പ്രൊഡ്യൂസിങ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്ട്സ്. നമുക്ക് കിട്ടുന്നത് സ്റ്റാൻഡേർഡ് പ്രോഡക്ട്സ് ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം ഈ കൊല്ലം ജില്ലയിലൊക്കെ എന്ന് പറഞ്ഞാൽ കശുവണ്ടിയുടെ കേന്ദ്രമായിരുന്നു. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? പോയി മസാല അല്ലെങ്കിൽ സാൾട്ട് ചെയ്തിട്ടുള്ള എന്ത് മേടിക്കുക? കാഷ്യൂസ് വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ലോക്കലി അവൈലബിൾ ആയിരുന്ന കാര്യങ്ങൾ പോലും നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വാങ്ങുന്നത് ഇപ്പം, അല്ലെ? സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്റ്റിലോട്ട് കൊണ്ടുവന്നു. അങ്ങനെ എല്ലാം വിൽപ്പനയ്ക്ക് വെക്കുന്ന രീതിയിലേക്ക് ഇൻഡസ്ട്രി മാറുകയാണ്. അപ്പൊ പോപ്പുലർ കൾച്ചറിൽ അതൊരു ഇൻഡസ്ട്രി പോലെയാണ് പ്രവർത്തിക്കുന്നത്. അവിടെ എല്ലാ പ്രോഡക്റ്റും സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്ട്സ് ആണ്. അത് സ്റ്റാൻഡേർഡൈസ്ഡ് പീപ്പിളിന് വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ പറ്റിയൊക്കെയാണ് പഠിക്കുന്നത്. ഇവിടെ മാസസ് എന്ന് പറയുന്നത് ഒബ്ജക്ട്സ് ഓഫ് കാൽക്കുലേഷൻ ആണ്. നമുക്ക് സമ്മറിയിലോട്ടൊന്ന് പോയാലോ? വളരെ സാവധാനം. കൾച്ചർ ഇൻഡസ്ട്രിയിലെ 5 എസ്സേയിൽ നിന്നും നമുക്ക് ഫുൾ മാർക്ക് കിട്ടണം. അതിൽ നിന്ന് 1 മാർക്കും നമ്മുടെ കയ്യിൽ നിന്ന് ആരും കൊണ്ടുപോകേണ്ട കാര്യം ഇല്ല, നിലവിലില്ല. സോ സമ്മറി ഓഫ് ദി എസ്സേയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം സമ്മറി തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു മറ്റൊരു വർക്കിന്റെ റെഫറൻസ് വരുന്നുണ്ട്. 1947 1947 വന്ന ഡയലക്റ്റിക് ഓഫ് എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്ന വർക്കിന്റെ റെഫറൻസ് ആദ്യം വരുന്നുണ്ട്.
So it is stated by Adorno in the very beginning of the essay. He writes, the term culture industry was perhaps used for the first time in the book Dialectic of Enlightenment. അപ്പൊ ഞങ്ങളാണ് കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഈ ഒരു ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത്, ഹൊക്കേമറുമായിട്ട് ചേർന്ന് യൂസ് ചെയ്തത്. ഞങ്ങളത് ആദ്യം യൂസ് ചെയ്തത് 1947 ബുക്കായിട്ടുള്ള ഡയലക്റ്റിക് ഓഫ് എൻലൈറ്റ്മെന്റിൽ. എന്തുവാടെ ഇൻഡസ്ട്രി? എന്തുവാടെ ഇൻഡസ്ട്രി പറഞ്ഞേ? ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ കൾച്ചർ ഇൻഡസ്ട്രിയും മാസ് കൾച്ചറും തമ്മിലുള്ള വ്യത്യാസം എന്തുവാണ്? കൾച്ചർ ഇൻഡസ്ട്രിയും മാസ് കൾച്ചറും തമ്മിലുള്ള വ്യത്യാസം എന്തുവാടെ? മാസ് കൾച്ചർ എന്ന് പറയുമ്പോൾ എല്ലാവരും അനുവർത്തിക്കുന്ന, മാസ് കോടാനുകോടി വരുന്ന ആൾക്കാർ അനുവർത്തിക്കുന്ന ഒരു കൾച്ചർ. കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കിന് ഇവിടെ ഒരു ക്യാപിറ്റലിസ്റ്റ് ആസ്പെക്ട് കയറി വന്നു, അല്ലെ? ഇവിടെ ഒരു ക്യാപിറ്റലിസ്റ്റ് ആസ്പെക്ട് കയറി വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ അത് ബിസിനസ് ആയി. അപ്പൊ അതുവരെ മാസ് കൾച്ചർ ആയിരുന്നുവെങ്കിൽ ഡയലക്റ്റിക് ഓഫ് എൻലൈറ്റ്മെന്റിൽ 1947 ഞങ്ങൾ ആദ്യമായിട്ട് കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ടേം കൊണ്ടുവരുന്നത്. അപ്പൊ അതിനൊരു ക്യാപിറ്റലിസ്റ്റ് ഷെയ്ഡ് ഉണ്ട്, അവിടെ ഒരു വ്യവസായം ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് കൾച്ചർ. ആക്ച്വലി ഓക്സിമറൺ ആണ് എങ്കിൽ പോലും കൾച്ചർ ഇൻഡസ്ട്രി നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന രണ്ട് സംഭവങ്ങളെയാണ് ഇവിടെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഞങ്ങള് ഡയലക്റ്റിക് ഓഫ് എൻലൈറ്റ്മെന്റിലാണ് ആദ്യമായിട്ട് കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഈ വാക്ക് ഉപയോഗിക്കുന്നത്. വിച്ച് ഹൊക്കേമർ ആൻഡ് ഐ പബ്ലിഷ്ഡ് ഇൻ ആംസ്റ്റർഡാം ഇൻ 1947. വെരി ഇമ്പോർട്ടൻറ്റ് റെഫറൻസ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എസ്സേ തുടങ്ങുന്നതേ ഇവരുടെ മറ്റൊരു വർക്കിന്റെ പബ്ലിക്കേഷൻ ഹിസ്റ്ററിയിലാണ് ചോദിക്കാം. He also states that in its draft they used the term mass culture. അപ്പം ആദ്യം ഇവർ എഴുതിയപ്പോൾ അതിന്റെ ഡ്രാഫ്റ്റിൽ അവർ യൂസ് ചെയ്ത ടേം മാസ് കൾച്ചർ എന്നായിരുന്നു. എന്നിട്ടാണ് അവരതിനെ കൾച്ചർ ഇൻഡസ്ട്രി എന്ന് മാറ്റി എഴുതിയത്. In order to exclude from the outset the interpretation agreeable to its advocates that it is a matter of something like a culture that arises spontaneously from the masses themselves, the contemporary form of popular. അപ്പൊ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നു മാസ് കൾച്ചർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് സ്വയം എമർജ് ചെയ്ത് വരുന്നതാണ് എന്ന്. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായി അത് അങ്ങനെ വരുന്നതല്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? അതിനെ മാറ്റിയിട്ട് ഡെലിബറേറ്റ്ലി അതൊരു ഇൻഡസ്ട്രി ആണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ലേഡീസ് ആണ് തുറക്കുന്നതെങ്കിൽ എപ്പോഴും ഈ കൊലുസിന്റെ പരസ്യം വരുന്നത് കാണാം, ഭയങ്കര നീറ്റായിട്ടുള്ള കാലുകളുടെ പരസ്യം വരുന്നത് കാണാം സ്ത്രീകളുടെ ഫീഡ്സിൽ. ഓക്കെ, സോ ഈ ആംഗ്ലറ്റ്സിന്റെയും ഭയങ്കര പോളിഷ്ഡ് ആയിട്ടുള്ള കാലുകളുടെയും പരസ്യം ഈസ് ആക്ച്വലി സ്പോൺസേർഡ് ബൈ മെനി പെഡിക്യൂർ ക്രീം കമ്പനീസ്. അവരാണ് ചെയ്തിരിക്കുന്ന. കാര്യം എന്തുവാ? ഈ കൊലുസിടുന്ന കാല് കണ്ട് അത്തരത്തിൽ നീറ്റായിട്ടുള്ള കാലിനോടുള്ള നമ്മുടെ ഒരു ഭ്രമം കൂടുകയും നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് പോയി ഈ ക്രീംസ് വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യും. സോ ഇവിടെ നമ്മുടെ കൾച്ചർ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ അഭിനിവേശങ്ങൾ, ആഗ്രഹങ്ങൾ, ഇൻട്രസ്റ്റുകൾ ഇതൊക്കെ തീരുമാനിക്കുന്നത് ഇൻഡസ്ട്രിയാണ്. അപ്പം ആൾക്കാർക്കൊരു പൊതുബോധമുണ്ട് ഇതെല്ലാം മാസ് കൺസ്ട്രക്റ്റഡ് ആണെന്നല്ല. ഇതൊന്നുമേ മാസ് കൺസ്ട്രക്റ്റഡ് അല്ല. പകരം എന്താണ് നമ്മൾ എന്ത് കഴിക്കണം, നമ്മുടെ ആഗ്രഹം എന്താണ്, നമ്മുടെ ഡിസയർ എന്താണെന്ന് പോലും കൺട്രോൾ ചെയ്യുന്നത്, നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയാണ്. സോ അത് ഞങ്ങൾക്ക് മനസ്സിലായപ്പോൾ വി റീപ്ലേസ്ഡ് ദ ടേം മാസ് കൾച്ചർ. അതായിരുന്നു അവർ ഇനിഷ്യലി ഡ്രാഫ്റ്റിൽ എഴുതിയിരുന്നത്. അത് മാറ്റിയിട്ടാണ് കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്ന പേര് എഴുതുന്നത്. കിട്ടുന്നുണ്ടോ? അങ്ങോട്ട് പറയുന്നത് കിട്ടുന്നുണ്ടോ? ബേസിക് സമ്മറി ആണ്. സോ Adorno holds a view that the culture industry denies individualism by coercing people to be no more than consumers of mass art and entertainment. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കൾച്ചർ ഇൻഡസ്ട്രി ആളുകളെ ഒരു തരത്തിലും ഒന്നിപ്പിക്കത്തില്ല. എന്തിനു മാത്രമാണ് ഇൻഡിവിജ്വൽസിനെ ഒന്നിപ്പിക്കുന്നത്? ടു കൺസ്യൂമേഴ്സ് ആയിട്ട്, അല്ലെ? ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് പോകുന്നു, അവിടെ പലതരത്തിലുള്ള മാഗിയുടെ പാക്കറ്റ്സ് ഇരിക്കുന്നുണ്ട്. മാഗി ഹോട്ട് ആൻഡ് സ്പൈസി, ചീസി ആയിട്ടുള്ള മാഗി ഇരിക്കുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് നൂഡിൽസ് ഇരിക്കുന്നു, വെജിറ്റബിൾ സ്പെഷ്യൽ ഇരിക്കുന്നു. ഓക്കെ, സോ അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ ഞാൻ ഇച്ചിരി സ്പൈസി ആയിട്ട് ഫുഡ് കഴിക്കുന്ന ആളാണ്, എനിക്ക് വേണ്ടി ദാണ്ട കൊണ്ട് വെച്ചിരിക്കുന്നു, എൻ്റെ ഇൻഡിവിജ്വൽ ചോയ്സാ എന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ ആക്ച്വലി ഈ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്റ്റ് തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു മാഗി അയാൾ വാങ്ങുന്നത്. അപ്പം കൺസ്യൂമറിന് തോന്നും
ഓക്കെ, അയാൾക്കനുസരിച്ചാണ് ഈ ഒരു എൻറ്റയർ സിസ്റ്റം വന്നിരിക്കുന്നത്. പക്ഷെ ബേസിക്കലി എന്താ അങ്ങനെ തോന്നിപ്പിക്കുന്നത് ഒരേ പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നത്. സോ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആൾക്കാരെ കൺസ്യൂമേഴ്സ് ആയിട്ട് മാത്രമേ ഒരുമിപ്പിക്കത്തുള്ളൂ. ഓക്കെ, കൺസ്യൂമേഴ്സുമായിട്ട് മാത്രമേ അവരെ ഒന്നിച്ച് നിർത്തത്തുള്ളൂ. അല്ലാതെ എന്റർടൈൻമെന്റിനും കൺസ്യൂമറിസത്തിനും മാത്രം അവരെ ഒന്നിച്ച് നിൽക്കും. അല്ലാതെ അവരുടെ ഇൻഡിവിജ്വലി അവർക്ക് ഒരു പ്രിഫറൻസും കൊടുക്കത്തില്ല. ഐഡന്റിറ്റി തിങ്കിങ്ങിനെയൊക്കെ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളഞ്ഞ ഇൻഡസ്ട്രിയാണ് ഏത് ഇൻഡസ്ട്രി? കൾച്ചർ ഇൻഡസ്ട്രി. ലാർജ്ലി ദ കൾച്ചർ ഇൻഡസ്ട്രി ഈസ് ദ എന്റർടൈൻമെന്റ് ബിസിനസ് അല്ലെ. ബേസിക്കലി ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, മീഡിയയുടെ ഒരു ആഴം നമുക്കറിയാം. അപ്പൊ ലാർജ്ലി ദ കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് ബിസിനസ് തന്നെയാണ്. ദിസ് ഇൻക്ലൂഡ്സ് ഫിലിം ആവാം, മ്യൂസിക് ആവാം, ആർട്ട് ആവാം, ടെലിവിഷൻ ആവാം, റേഡിയോ. ഫോർ എക്സാമ്പിൾ നമ്മുടെ അമ്മമാരൊക്കെ കാണുന്ന സീരിയല്, അത് കേരളത്തിലെ ആയാലും ഏഷ്യാനെറ്റിലെ ആയാലും കഥ എന്തുവാടേ? ഒരേ കഥയാണ്. പക്ഷെ അവർക്ക് തന്നെ ടെൻഷൻ, ഇതെല്ലാം കൂടെ അവരെപ്പോൾ കണ്ടു തീരും? ഒരെണ്ണത്തിലെ പരസ്യം വെക്കുമ്പോഴായിരിക്കും അടുത്തേലെ അവർ കാണുന്നത്. അപ്പൊ അവർ വിചാരിക്കും അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള സംഭവമാണ് ഈ വരുന്നത്. പക്ഷെ ബേസിക്കലി ഇതെല്ലാം എന്ത് തന്നെ ഒറ്റ കഥയായിരിക്കും. അപ്പം ഇങ്ങനെ പ്രേക്ഷകരെ കയ്യിലെടുക്കുന്ന അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ബിസിനസ്സിലൂടെ അവരെ ഇങ്ങ് വലിച്ചെടുക്കുന്ന, തന്നിലേക്ക് അടുപ്പിച്ചെടുക്കുന്ന ഇൻഡസ്ട്രിയാണ് ഇപ്പം ഉള്ളത്. ദ ഓതേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ പല സീരിയൽസിലും ഇപ്പം ഹിന്ദു റിച്വൽസിന് ഭയങ്കര പ്രാധാന്യമാണ്. അമ്പലത്തിൽ പോകുന്നത് കാണിക്കുന്നു, ശയന പ്രദക്ഷിണം നടത്തുന്നത് കാണിക്കുന്നു, വ്രതത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. സോ പയ്യെ ഒരു ഹിന്ദു അജണ്ടയും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തില് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി ആണ് പ്രോപ്പർ ആയിട്ട് നമ്മളിപ്പം കൾച്ചർ ഇൻഡസ്ട്രി ആയിട്ട് കാണുന്നത്. ദ ഓതേഴ്സ് ആർഗ്യൂ ദാറ്റ് products, entertainment and otherwise are marketed by sameness and similarity. നോക്കിക്കേ, സെയിംനെസ്സും സിമിലാരിറ്റി ഉള്ള കാര്യങ്ങളാണ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെ. ഓതേഴ്സ് പറയുന്നുണ്ട് ഒരേപോലത്തെ ഒരേ ടൈപ്പ് സെയിംനെസ്സും സിമിലാരിറ്റി ഉള്ള പ്രോഡക്ട്സ് എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് വിൽക്കപ്പെടുന്നു. ഒരു സിനിമ ഇറങ്ങിയാൽ അതിൻ്റെ അതേ മോഡലുള്ള അടുത്ത ഫിലിം പെട്ടെന്ന് ക്ലിക്ക് ആവുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ദൃശ്യം 1, 2, 3, കാന്താര 1, 2, 3, ബാഹുബലി 1, 2 എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോകുന്നു. ബിക്കോസ് സെയിംനെസ്സും സിമിലാരിറ്റിയും ഉള്ളതിനെ എന്ത് ചെയ്യുന്നു? കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ദ കൺസ്യൂമർ ബിലീവ്സ് he or she can choose from a wide variety. നിങ്ങൾ വിചാരിക്കും നൂഡിൽസിന്റെ സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ ഇഷ്ടമുള്ളത് എടുക്കാലോ എന്ന് നിങ്ങൾ വിചാരിക്കും. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. ബട്ട് ദിസ് ഈസ് ആൻ ഇല്യൂഷൻ. കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. നോക്കിക്കേ, കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ബട്ട് ദിസ് ഈസ് ആൻ ഇല്യൂഷൻ. ദ കൺസ്യൂമർ ബിലീവ്സ് he or she can choose from a wide variety, but this is an illusion. They also argue that the rise of the sound film, very important, കൃത്യമായിട്ട് നിങ്ങൾ സോഴ്സസ് എടുത്ത് പഠിച്ചാൽ അതിൻ്റെ അകത്ത് അമേരിക്കൻ ഫിലിം ഇൻഡസ്ട്രിയെ ഒരുപാട് കളിയാക്കുന്നുണ്ട്. 11 ഇയർ ഓൾഡ് ഉള്ള ഒരു കുട്ടിക്കും മനസ്സിലാവുന്ന അത്ര ലോജിക്കേ ഉള്ളൂ, അല്ലെങ്കിൽ അത്ര ട്രിവിയൽ ആയിട്ടുള്ള മാറ്റേഴ്സ് ആണ് അമേരിക്കൻ ഫിലിം ഇൻഡസ്ട്രി കൊണ്ടുവന്ന് തരുന്നതെന്ന് പറയുന്നുണ്ട്. അമേരിക്കൻ ഇന്റർവ്യൂവേഴ്സിനെ പുച്ഛിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൈലന്റ് ഫിലിമിൽ ഒരു ആർട്ടിസ്റ്റിക് ആസ്പെക്ട് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഒറിജിനൽ, അതായത് സൗണ്ട് ഫിലിമിലേക്ക് വന്നപ്പോഴത്തേക്കിന് കലയെ പൂർണ്ണമായിട്ട് കൊന്നുകളഞ്ഞു എന്നാണ് പറയുന്നത് അഡോണ. സത്യമാണല്ലേ? നമ്മൾ ഈ സൈലന്റ് ഫിലിമിൽ ഒരു കുറച്ചുകൂടി നമ്മളെ ആർട്ടിസ്റ്റിക്കലി പിടിച്ചിരുത്തുന്നുണ്ടായിരുന്നു. ഇത് പറയുന്ന സൗണ്ട് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ മോഹൻലാലിന്റെ തന്നെ ഡയലോഗിലൊക്കെയും ഉള്ള, അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ഡയലോഗിലൊക്കെ ഉള്ള, അല്ലെങ്കിൽ പുതിയ സിനിമകളിൽ വിനായകന്റെ ഒക്കെ ചില ഡയലോഗുകളിലുള്ള ഒക്കെ അവരുടെയൊക്കെ ഐഡിയോളജീസ് കൂടിയാണ് ഇതിന്റെ കൂടെ, നമ്മുടെ ഡയറക്ടേഴ്സിന്റെ ഐഡിയോളജീസ് കൂടിയാണ് നമ്മുടെ കൂടെ ഇങ്ങനെ കൊണ്ടുവന്ന് തന്ന് വിടുന്നത്. റേപ്പിനെ നോർമലൈസ് ചെയ്യുന്ന ജോക്സ് നമ്മൾ കേട്ട് തുടങ്ങി. അപ്പം ഇതൊക്കെ ഇപ്പൊ സൗണ്ട് ഫിലിം വന്നപ്പോഴത്തേക്കിന് ആ ഫിലിമിന്റെ ആത്മാവിനെ, ആർട്ടിസ്റ്റിക് ആയ ആ ഒരു സോളിനെ കൊന്നു എന്നാണ് അഡോണ പറയുന്നത്. സോ നമ്മൾ വിചാരിക്കും നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, ബട്ട് ദിസ് ഈസ് an illusion. They also argue that the rise of the sound film is a prime example of the culture industry's technique of specifying and producing mindless consumers. നോക്കിക്കേ, വെരി ഇമ്പോർട്ടൻ്റ്. അതായത് ഈ സൗണ്ട് ഫിലിമിന്റെ വരവോട് കൂടി തന്നെ ആൾക്കാർ എന്തായിപ്പോയി? മൈൻഡ്ലെസ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സ് ആയി പോയി. പിന്നെ നമുക്കൊന്നും ചിന്തിക്കേണ്ട, അവർ പറയുന്നുണ്ട്, ഡയലോഗ്സ് ഉണ്ട്.
മറ്റേത് ചാർലി ചാപ്ലിന്റെ ഒക്കെ ഫിലിം ഇരുന്ന് നമ്മൾ കണ്ട് ചിരിച്ച് ആസ്വദിച്ച ആൾക്കാരാണ്. ടോം ആൻഡ് ജെറി കണ്ട് എന്തും വേണ്ടി ചിരിച്ചവരാണ് നമ്മൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷെ പുതിയ കാലത്ത് ഒരു കാർട്ടൂൺ കണ്ട് നിങ്ങൾക്ക് അത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ബിക്കോസ് അത് നമ്മൾ കണ്ട സമയത്ത് നമ്മൾ കുറച്ചുകൂടെ ബോധേഡ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ മൈൻഡ്ലെസ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സ് ആയിട്ട് മാറി. നമ്മൾ ഡോറ ബുജിയിലൂടെ പറയും ആ കാട് കാണാം കാട് കാണാം കാട് കാണാം എന്ന് നമ്മൾ വെറുതെ വിളിച്ച് പറയുവാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ മൈൻഡ്ലെസ് കൺസ്യൂമേഴ്സ് ആയിട്ട് നമ്മളെ മാറ്റുന്നതിൽ കൾച്ചർ ഇൻഡസ്ട്രിക്ക് വലിയ പങ്കുണ്ട്. സൈലന്റ് ഫിലിം മാറിയപ്പോൾ തന്നെ ഒത്തിരി മൈൻഡ്ലെസ് കൺസ്യൂമേഴ്സ് ആയിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു എന്നാണ് എസ്സേ പറയുന്നത്. അക്കോർഡിംഗ് ടു അഡോണോ, മീഡിയ കോണ്ടന്റ് ഈസ് അഡാപ്റ്റഡ് ടു മാസ് കൺസംഷൻ. അറിയാലോ, നമ്മൾ പത്രങ്ങളായാലും പരസ്യങ്ങളായാലും സിനിമകളായാലും എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഒരു ഫിലിം ഇറങ്ങി മിനിറ്റുകൾക്ക് ഉള്ളിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നത്? സെൻസർ ചെയ്യേണ്ടി വരുന്നത്. ബിക്കോസ് മീഡിയ എന്ന് പറയുന്നത് മാസ് കൺസപ്ഷന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ അകത്ത് ഐഡിയോളജീസ് ഉണ്ട്. ഐഡിയോളജീസ് പ്രൊപ്പഗേറ്റ് ചെയ്യാനാണ്. ആൻഡ് ദിസ് ഈസ് ഇനി ഇതിനെ മാസ് കൾച്ചർ നമുക്ക് പറയാനേ പറ്റത്തില്ല. ദിസ് ഈസ് കൾച്ചർ ഇൻഡസ്ട്രി, ദ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി. ഓക്കെ, അപ്പൊ ഇവിടെ മാസ് കൾച്ചർ, മാസ് കോണ്ടന്റ്, മീഡിയ കോണ്ടന്റ് മാസ് കൺസെപ്ഷൻ ഉള്ളതാണ്. Content is presented in an ordered fashion and timetable in order to appeal to the largest portion of the public. എല്ലാം കൂടി കൊണ്ടുവന്ന് ഒറ്റയടിക്ക് അങ്ങ് തരുവാന്നോ? ഇല്ല, ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. പയ്യെ നമ്മളിലേക്ക് ഈ ഐഡിയോളജീസ് കൊണ്ടുവന്ന് തരുന്നേ അല്ലെ. ആദ്യം നമുക്ക് ലേസ് തന്നു, ഉരുളക്കിഴങ്ങ് ഇങ്ങനെയും കഴിക്കാമെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് കൊണ്ടുവന്ന് തന്നു. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ കുറേശ്ശെയാണ് നമ്മളിലേക്ക് ഇത് ഇറക്കി വിടുന്നത്. സെയിം ഈസ് ദി കേസ് വിത്ത് ഐഡിയോളജീസ്. പെട്ടെന്ന് ഒരു ദിവസം വന്ന് നിങ്ങളെല്ലാം മതം മാറണം എന്നാണോ പറയുന്നത്? അല്ല, പയ്യെയാണ് നമ്മളിലേക്ക് റിലീജിയൻ ആയാലും പൊളിറ്റിക്സ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ പ്രസന്റ് ചെയ്യപ്പെടുന്നത്. സോ ഇതിനൊക്കെ ഒരു ഓർഡേർഡ് ഫാഷൻ ഉണ്ട്. ത്രൂ ആർട്ട് ആയിക്കോട്ടെ, നമ്മൾ ധരിക്കുന്ന ഡ്രസ്സുകളായിക്കോട്ടെ, ഈ പറയുന്ന സീരിയലുകളായിക്കോട്ടെ, ഒക്കെയും ഭയങ്കര പൊളിറ്റിക്കലി അല്ലെങ്കിൽ ഐഡിയോളജിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ആ ഒരു അവതരണവും ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇൻ ഓർഡർ ടു അച്ചീവ് ഇറ്റ്സ് അപ്പീൽ, മാസ് മീഡിയ കമ്പൈൻസ് ഹൈ ആൻഡ് ലോ കൾച്ചർ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരെയും കൂടി ഇതിന്റെ കയ്യിലേക്ക് വരണം. ലോ കൾച്ചർ എന്നും ഹൈ കൾച്ചർ എന്നും സെഗ്രിഗേറ്റ് ചെയ്ത് കിടന്ന കാര്യമില്ല. സോ ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി, ഇപ്പോഴത്തെ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഉള്ള കൈകൊട്ടിക്കളി എന്ന് പറയുന്നത് ഈ ലോ കൾച്ചറിന്റെയും ഹൈ കൾച്ചറിന്റെയും ഒരു അമാൽഗമേഷനാണ്. തിരുവാതിരക്കളി ഓഫ് കോഴ്സ് ഹൈ കൾച്ചർ ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം കുട്ടികൾ ചാടി കളിക്കുന്ന കുഞ്ഞു കളികളൊക്കെ ലോ കൾച്ചർ ആയിരുന്നു. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയിലിട്ട് പിടിച്ച് മുഴുവൻ ആൾക്കാരെയും പിടിച്ചിരുത്തുന്ന പോപ്പുലർ കൾച്ചറായിട്ട് ഇപ്പൊ പല കാര്യങ്ങളും മാറിയിട്ടുണ്ട്. അപ്പം കൂടുതൽ ആൾക്കാരിൽ എത്തിക്കാൻ ടൈം ടേബിൾ ഓർഡർ ഫാഷനിൽ കൊണ്ടുപോകുന്നു, മീഡിയ കോണ്ടന്റ് യൂസ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ വെരി ഇമ്പോർട്ടൻറ്റ്, മാസ് മീഡിയ കമ്പൈൻസ് ഹൈ ആൻഡ് ലോ കൾച്ചർ ആൻഡ് മിക്സസ് ദ ബൗണ്ടറീസ് ബിറ്റ്വീൻ ദം. ഓക്കെ, നമ്മൾ പറഞ്ഞ വിജയുടെ ഡാൻസ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. Masses, according to Adorno, are perceived by the culture industry as objects for calculation. ഞാൻ ഇത് പറഞ്ഞതാണ്, ആദ്യത്തെ പേജിൽ തന്നെ ഇത് വരുന്നുണ്ട്. അതായത് ആൾക്കാരെ ഒബ്ജക്ട്സ് ഓഫ് കാൽക്കുലേഷൻ ആയിട്ടാണ് കാണുന്നത്. ആൾക്കാരെ എന്തായിട്ടാണ് കാണുന്നത്? ഒബ്ജക്ട്സ് ഓഫ് കാൽക്കുലേഷൻ. നിങ്ങളെ വെച്ചിട്ട് അവിടെ കണക്ക് കൂട്ടുന്നത്. നിങ്ങൾ ഇത് എത്ര വാങ്ങുമായിരിക്കും, നിങ്ങൾ ഇതിന്റെ ഏത് ഫ്ലേവർ ആയിരിക്കും ഇഷ്ടപ്പെടുക, ഇതെല്ലാം ഒബ്ജക്ട്സ് ഓഫ് കാൽക്കുലേഷൻ. അപ്പൊ മാസസ് എന്തായി? മാസ് കൾച്ചർ ഇൻഡസ്ട്രി ആയി. മാസസ് എന്ന് പറയുന്നത് ഒബ്ജക്ട്സ് ഫോർ കാൽക്കുലേഷനുമായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, the consumer is certain that media is adapted to his needs, while in fact the culture industry produces this sentiment in order to strengthen its influence. അപ്പൊ ആൾക്കാർ വിചാരിക്കും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ കൾച്ചർ ഇൻഡസ്ട്രി ഇങ്ങനെ വരുന്നത്. നോക്കിക്കേ, നിങ്ങൾ 2 ദിവസം കണ്ണെഴുതി വൈകുന്നേരം ആയപ്പോഴത്തേക്കും നിങ്ങളുടെ ഐലൈനർ ഇളകിപ്പോയി. ചിലപ്പോൾ ഒരു കണ്ണിൽ പോയി മറ്റേ കണ്ണിൽ പോയി കാണത്തില്ല. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്തായിരിക്കും വാട്ടർ പ്രൂഫ് ഐലൈനറുമായിട്ട് ആര് വരുന്നത്? കൾച്ചർ ഇൻഡസ്ട്രി വരുന്നത്. സോ അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഓക്കെ, ഇയാളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഇവിടെ എന്തുണ്ട്? പരിഹാരമുണ്ട്. പക്ഷെ അത് തോന്നൽ മാത്രമാണ്. നിങ്ങളുടെ അത്തരത്തിലുള്ള സെന്റിമെന്റ്സ് സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് അവരൊരു വലിയ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, സീസൺസിൽ കൊണ്ടുവരുന്ന സംഭവങ്ങളുണ്ട്. കറക്റ്റ് സീസൺസ് അനുസരിച്ചാണ് നമ്മളിലേക്ക് ചില പ്രോഡക്ട്സ് വരുന്നത്. മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, AC ആയിക്കോട്ടെ.
സോ നമ്മുടെ ലൈഫിൽ എല്ലാ ഇടങ്ങളിലും നമ്മൾ വിചാരിക്കും നമ്മുടെ നീഡിനനുസരിച്ചാണ് ഈ ഒരു ഇൻഡസ്ട്രി നിൽക്കുന്നതെന്നല്ല, നമ്മുടെ ആ ഒരു സെന്റിമെന്റ് അവർ യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ വോയിസ് ഓഫ് ദ മാസ്റ്റർ, ദ റൂളേഴ്സ് ഓഫ് ദ കൾച്ചർ ഇൻഡസ്ട്രി, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ദ വോയിസ് ഓഫ് ദ മാസ്റ്റർ, അവര് മാസ്റ്ററും നമ്മൾ സ്ലേവ്സും മാത്രമാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഹ്യൂമിലിയേറ്റിംഗ് കോണ്ടന്റ് ടു ദ പബ്ലിക് ദാറ്റ് ഓൾ ഹാവ് ടു ഡു വിത്ത് ദ റൂളിംഗ് ഐഡിയോളജി. എല്ലാവരും ഭരിക്കുന്നവരുടെ ഐഡിയോളജി അനുസരിച്ച് തന്നെ പോകേണ്ടി വരും. അതിൻ്റെ അകത്ത് മാസസിന്, അതായത് നമ്മൾ ഉൾപ്പെടുന്ന മാസസിന് എന്തെങ്കിലും ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് ഉണ്ടോടെ? ഇല്ല. നമ്മൾ വളരെ സ്ലോ, വളരെ ലെസ്, ലിറ്റിൽ ക്രിട്ടിക്കൽ, നമ്മൾ അതിനെ ഒന്നും ചോദ്യം ചെയ്യുന്നതില്ല. ആക്ച്വലി നമ്മൾ ഇതിൻ്റെ ഒരു പാർട്ടാണ് എന്ന് പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അഡോണോ ഒപ്പീനിയൻസ് ദാറ്റ് the culture industry's interest is to preserve its affinity to the narrowing cycle of capital as its source of living. Okay, so ആ ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിലോട്ട് തന്നെ നമ്മൾ പോകുന്നുണ്ട്. മീഡിയയുടെ ഇൻഫ്ലുവൻസ്, മീഡിയയുടെ ലാക്ക് ഓഫ് ഒബ്ജക്ടിവിറ്റി ആൻഡ് മോണോപ്പൊളി ഷുഡ് നോട്ട് ബി ടേക്കൺ ലൈറ്റ്ലി. പല കാര്യങ്ങളിലും മീഡിയ നമ്മളോട് ഭയങ്കര മൊണോപ്പൊളിസ്റ്റിക് ആണ്, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് കാണുന്നത്. The culture industry gives the illusion of being informed and involved. നമുക്ക് തോന്നും നമ്മൾ എല്ലാ കാര്യത്തിനെ പറ്റി അറിയുന്നുണ്ട്, നമ്മൾ എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ പറയുന്നത് അവർ കേൾക്കുന്നുണ്ട്. ചുമ്മാതാണ്, ഒന്നുമില്ല. നമുക്കൊരു ഇൻഫോംഡ് ആൻഡ് ഇൻവോൾവ് ഇമേജ് ഉണ്ടായിരിക്കും. നമ്മുടെ ഉള്ളിൽ തോന്നും ഓക്കെ വി ആർ ഇൻഫോംഡ്, വി ആർ ഇൻവോൾവ്, നമ്മൾ ഈ ഒരു പ്രോസസ്സിലുണ്ട്, നമ്മളും ഈ ഒരു ജനാധിപത്യത്തിന്റെ പ്രോസസ്സിലുണ്ട്, അല്ലെങ്കിൽ നമ്മളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് തോന്നും. അത്തരത്തിലുള്ള സെന്റിമെന്റ്സ് മാത്രം ഇവരെന്ത് ചെയ്യും, ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഫീഡ്ബാക്ക് കളക്ട്. അപ്പൊ നമ്മൾ തോന്നും ഓക്കെ നമ്മളൊരു ബേബി ഷോപ്പിൽ പോയാലും നമ്മൾ ഹാപ്പി എന്ന് ഞെക്കിയില്ലെങ്കിൽ ആയിരിക്കുന്ന സെയിൽസ് ടീമിന്റെ ജോലി പോവും എന്നൊക്കെ വിചാരിച്ചാൽ നമ്മൾ ഞെക്കുന്നത്, ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇൻവോൾവ് ആണ്, ഇൻഫോംഡ് ആണ് എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ നത്തിങ് ഹാപ്പൻസ്, നോബഡി കംസ്, നോബഡി ഗോസ് എന്നുള്ളതാണ്. While in reality, the consumer of mass media is being reduced to minding himself with his own petty matters. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ തന്നെ ചെയ്ത് ജീവിച്ചു പോവുകയാണ് ചെയ്യുന്നത്. According to him, the public refrains from criticizing the media. നമ്മൾ ഒരിക്കലും മീഡിയയെ ക്രിട്ടിസൈസ് ചെയ്യത്തില്ല. സത്യമല്ലോടെ? ആൾക്കാർ പബ്ലിക് അതിൽ നിന്ന് മാറി നിൽക്കും. നമ്മൾ ഒരിക്കലും മീഡിയയെ ക്രിട്ടിസൈസ് ചെയ്യത്തില്ല. അതിന്റെ കാരണം നമ്മൾ ആരെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്? മീഡിയയെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. നമ്മളെ ഈ മീഡിയയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഇൻഫർമേഷൻസ്. നിങ്ങൾക്കറിയാം ചില ഇഷ്യൂസ്, ചില റേപ്പ് ഇഷ്യൂസ്, സെക്ഷൽ അബ്യൂസുകൾ, കോടികളുടെ ഹവാല പണമിടപാടുകളൊന്നും മേജർ പത്രങ്ങളൊന്നുമേ എന്ത് ചെയ്യത്തില്ല, റിപ്പോർട്ട് ചെയ്യത്തില്ല. നമ്മൾ പുറത്തറിയാത്ത പോലും ഇല്ല. അപ്പം നമ്മൾ അവരെ ക്രിട്ടിസൈസ് ചെയ്യത്തുമില്ല. കാര്യം എന്താ? അവരില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല. നമ്മുടെ ഇൻഫർമേഷനും നമ്മുടെ ഇൻവോൾവ്മെന്റും എല്ലാം മീഡിയ വഴിയാണ് നിൽക്കുന്നത്. സോ നമ്മൾ അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഇതിനെപ്പറ്റി എഴുതാത്തത് കൊണ്ട് നാളെ തൊട്ട് എൻ്റെ വീട്ടിൽ മനോരമ അല്ലെങ്കിൽ മാതൃഭൂമി വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുമോ? ഇല്ല. അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് ക്രിട്ടിക്കൽ ആ ഒരു റെസിസ്റ്റൻസും വളരെ കുറവാണ്. ദേ നീഡ് ദ കൾച്ചർ ഇൻഡസ്ട്രി ഇൻ ഓർഡർ ടു അച്ചീവ് പ്ലഷർ. മാസിന് ഇവരെ ചോദ്യം ചെയ്യാൻ പോലും ഭയമാണ്. ബിക്കോസ് പ്ലഷറിന് വേണ്ടിയിട്ട് നമ്മൾ ഇവരെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് കനോട്ട് ഇമാജിൻ ദെയർ ലൈഫ് വിത്തൗട്ട് ഇറ്റ്. ഇൻസ്റ്റഗ്രാം ഇല്ലാതെ, ഫേസ്ബുക്ക് ഇല്ലാതെ ഒന്നും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഈവൻ നമ്മുടെ പല ഫിലിംസും സെൻസർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ പോയി കണ്ടു. ബിക്കോസ് നമുക്ക് എന്റർടൈൻമെന്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. വി ആർ ഡിപ്പെൻഡന്റ്. ഓക്കെ, നമ്മൾ അതിൻ്റെ അകത്താണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ദ കൾച്ചർ ഇൻഡസ്ട്രി പ്രിസർവ്സ് ഇറ്റ്സ് പവർ ബൈ പ്രസന്റിങ് ദ ഗുഡ് ലൈഫ് എസ് റിയാലിറ്റി. ജീവിതത്തില് നല്ല ജീവിതമാണ് റിയാലിറ്റി. നിങ്ങൾ പരസ്യങ്ങളിലെ ഭാര്യയും ഭർത്താവിനെയും കണ്ടിട്ടില്ലേ? ഭയങ്കര എനർജറ്റിക് ആയിട്ട് നല്ല വസ്ത്രങ്ങളിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിനക്ക് കാപ്പി എനിക്ക് ചായ ഇട്ട് കൊടുക്കുന്നവരവരൊക്കെ അല്ലേ? ഒരു കപ്പ് ചായ നമ്മളതൊക്കെ കാണാറില്ലേ? പക്ഷെ നമ്മുടെ ഡെയിലി ലൈഫിൽ അങ്ങനെയാണോ? അല്ലെങ്കിൽ നമ്മൾ പരസ്യത്തിൽ കാണുന്ന അമ്മൂമ്മയും അപ്പൂപ്പനും നല്ല സുന്ദരന്മാരായിട്ട് ഒരുങ്ങി സെറ്റും മുണ്ടൊക്കെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കജകസ്തൂരി കഴിച്ചിട്ടിരിക്കുന്നവരാണ്. നമ്മുടെ റിയൽ ലൈഫിൽ അങ്ങനെയാണോ? അല്ല. അപ്പം ഇവരെന്ന് പറയുന്നത് ഗുഡ് ലൈഫിനെ മാത്രമാണ് റിയാലിറ്റി ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത്. ഗുഡ് ലൈഫിനെ മാത്രം റിയാലിറ്റി ആയിട്ട്. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ റിയാലിറ്റി പോലും കൺസ്ട്രക്റ്റഡ് ആണ്. അത്തരത്തിലുള്ള ഫൗൾസ് കോൺഫ്ലിക്ട്സ് നമ്മളെ കൊണ്ടുവരും. എന്നിട്ട് അത് ട്രേഡ് ചെയ്യും. മേ ബി നമ്മുടെ വസ്ത്രങ്ങൾ ക്രിസ്പായിട്ടിരിക്കാത്തത് കൊണ്ടായിരിക്കും ഭർത്താവിന് നമ്മളോട് സ്നേഹമില്ലാത്തത് എന്ന് നമ്മൾ വിചാരിക്കും. അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ ഡ്രസ്സ്
ഉജാലയെ കുറച്ചു നേരം മുക്കി വെക്കാത്തത് കൊണ്ടായിരിക്കും പുള്ളിക്ക് ഒരു രസമില്ലാത്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് വാങ്ങിച്ച് അതുപോലെ ചെയ്യും. അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ആരോഗ്യം വെക്കാൻ നമ്മൾ പങ്കജകസ്തൂരി വാങ്ങിച്ചു കൊടുക്കും. നീണ്ട മുടി കൊച്ചു കുട്ടികൾക്ക് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്കറിയാം, ഇന്ദുലേഖ ഹെയർ ഓയിലൊക്കെ കേരളത്തിൽ വിറ്റഴിഞ്ഞ പോലെ എങ്ങും വിറ്റഴിഞ്ഞിട്ടില്ല. സോ ഈ ഒരു റിയാലിറ്റി ഇവർ കൺസ്ട്രക്ട് ചെയ്യും. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ആ ഒരു ഫോൾസ് കോൺഫ്ലിക്റ്റ് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് നമ്മൾ അത് യൂസ് ചെയ്ത് അവർ ട്രേഡ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ദേ ട്രേഡ് യൂസിങ് അവർ ഫോൾസ് കോൺഫ്ലിക്ട്സ്. ഓക്കെ, ദ കൾച്ചർ ഇൻഡസ്ട്രി അക്കോർഡിംഗ് ടു അഡോണോ സ്പ്രെഡ്സ് ഫോൾസ് വാല്യൂസ്. പുള്ളി കൃത്യമായിട്ട് പറയുന്നുണ്ട്, കൾച്ചർ ഇൻഡസ്ട്രി എന്തുവാണ് സ്പ്രെഡ് ചെയ്യുന്നത്? ഫോൾസ് വാല്യൂസ് ആ, തെറ്റായ വാല്യൂസ് ആണ് ആര് സ്പ്രെഡ് ചെയ്യുന്നത്? കൾച്ചർ ഇൻഡസ്ട്രി സ്പ്രെഡ് ചെയ്യുന്നത്. ആൻഡ് എസ്റ്റാബ്ലിഷ് ദ ഇൻഡിവിജ്വൽസ് വില്ലിംഗ്നെസ് ടു ബി എ പാർട്ട് ഓഫ് സൊസൈറ്റി ആൻഡ് ടു കോർഡിനേറ്റ് ഹിസ് ഇൻട്രസ്റ്റ് വിത്ത് ഇറ്റ് ആസ് ദേ ആർ പോർട്രേഡ് ബൈ ദ കൾച്ചർ ഇൻഡസ്ട്രി. അപ്പം കൾച്ചർ ഇൻഡസ്ട്രി വിഭാവനം ചെയ്യുന്ന അതിലേക്ക് നമ്മൾ ചെന്നെത്തണം. ഈ കുറച്ച് നാൾ മുമ്പ് നമ്മൾ കണ്ട അഡ്വർടൈസ്മെന്റ് ആണ്. എന്താ, അച്ഛൻ PTA മീറ്റിങ്ങിലോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ കുട്ടി പറയുന്നു അച്ഛൻ വരണ്ട, അച്ഛൻ എന്താ നരച്ചു പോയി, അതുകൊണ്ട് അച്ഛൻ വരണ്ട. 5 മിനിറ്റിനുള്ളിൽ അച്ഛൻ ഡൈ അടിക്കുന്നു, മുടി കളർ ചെയ്യുന്നു, ഒരുങ്ങിപ്പോകുന്നു. സോ ഇത്തരത്തിലുള്ള ഫോൾസ് വാല്യൂസ് ഉണ്ടാക്കിയെടുത്തിട്ട് അതിലോട്ട് നമ്മളെ പ്ലേസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും, അയ്യോ നമ്മുടെ കൊച്ചിന് വിഷമമായിരിക്കും നമ്മുടെ മുടി നരയ്ക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രോഡക്ട്സിനെല്ലാം വിധേയരായി പോകുന്നു. അപ്പൊ ഫോൾസ് റിയാലിറ്റി കൺസ്ട്രക്ട് ചെയ്യുന്നു, ഫോൾസ് വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നു, ഗുഡ് ലൈഫ് ആണ് റിയാലിറ്റി എന്ന് കൊണ്ടുവരുന്നു, തുടങ്ങി ഒത്തിരി പ്രശ്നങ്ങളാണിത് ചെയ്യുന്നത്. The culture industry takes advantage of the weaker classes by making its content shallow and widely appealing and thus demotivating the value of culture. Okay, അപ്പം ഇവിടെ വീക്കർ സെക്ഷൻസിന്റെ ആ ഒരു കോണ്ടന്റ് ഷാലോ ആക്കുന്നു, ഒരു വലിയ കാര്യമല്ല എന്ന് പറയുന്നു, അതിനെ വൈഡ്ലി അപ്പീൽ ചെയ്യുന്നു. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ ഏത് ഫെസ്റ്റ് നടന്നാലും അതിൽ ഈ ആദിവാസി എണ്ണ, മല ഗോത്രവർഗങ്ങൾ യൂസ് ചെയ്യുന്ന എണ്ണ എന്ന് പറഞ്ഞൊക്കെ എണ്ണ വരാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഇവര് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്ന ഇവരുടെ തനതായിട്ടുള്ള പ്രോഡക്റ്റ് ആണോ അവിടെ വരുന്നത്? അല്ല. അപ്പം അവരുടെ കോണ്ടന്റിനെ ഒന്നും ഇല്ലാതാക്കി മാറ്റുന്നു, എന്നിട്ട് അതിനെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, വൈഡ്ലി അപ്പീൽ ചെയ്യുന്നു. അതുവഴി ആ ഒരു ജനതയോട് ചെയ്യുന്ന ഒരു ദ്രോഹം കൂടിയാ. ആൻഡ് ദസ് ഡിമോട്ടിങ് ദ വാല്യൂ ഓഫ് കൾച്ചർ. നമ്മുടെ കൾച്ചറിന്റെ അവരുടെ വാല്യൂ തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അവര് മേ ബി എല്ലാവരും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നവരായിരിക്കും, അല്ല, ഉണ്ടാക്കുന്നവർ കുറച്ചുകൂടിയൊക്കെ സയന്റിഫിക് ആയിട്ട് ഉണ്ടാക്കുന്നവരായിരിക്കും. അപ്പം അത്തരത്തില് ഇതിനെ അങ്ങ് മാർക്കറ്റ് ചെയ്യുവാണ്. ആയുർവേദിക് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ് അതിന്റെ കോണ്ടന്റിനെ ഷാലോ ആക്കിയിട്ട് വൈഡ്ലി അപ്പീൽ ചെയ്യാൻ കൊടുക്കുവാണ്. അപ്പൊ ഇങ്ങനത്തെ ഭീകരമായ പ്രശ്നങ്ങളാണ് ഈ കൾച്ചർ ഇൻഡസ്ട്രിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇരിക്കുന്നത്. Adorno concludes, culture industry reconsidered with the assertion that the happiness produced for the masses by the culture industry is imaginary. നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം ഇത്തരത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇമാജിനറി മാത്രമാണ്. നിങ്ങൾ ഹെയർ കളർ ചെയ്തിട്ട് ഇതുപോലെ സ്മാർട്ടായിട്ടുള്ള അച്ഛനാവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഹാപ്പിനെസ് ഈസ് ഇമാജിനറി. ആ ഹാപ്പിനെസ് എന്താടേ? ഇമാജിനറി ആണ്. ഇറ്റ് ഇൻഡ്യൂസ്ഡ് പീപ്പിൾ ടു പെർസ്യൂ അൺഅച്ചീവബിൾ ഡ്രീംസ്. നമ്മളെ കൊണ്ട് എടുത്താ പൊങ്ങാത്ത, ഇപ്പൊ നിങ്ങൾക്ക് മുടി കളർ ചെയ്യുന്നത് ഇഷ്ടമാണെങ്കിൽ കളർ ചെയ്ത് നിങ്ങൾക്ക് സന്തോഷിക്കാം. പക്ഷെ പരസ്യം കണ്ടിട്ട് അതിലെ അച്ഛനെ പോലെ ആകും എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത് അൺഅച്ചീവബിൾ ഡ്രീംസ് ആണ്. നമുക്ക് ഒരിക്കലും എത്തിച്ചേരാൻ പറ്റാത്ത ഡ്രീംസിലോട്ടാണ് അവർ നമ്മളെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് അതിനെ ഒപ്പോസ് ചെയ്യുന്നവരെല്ലാം റിപ്രസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കൾച്ചർ ഇൻഡസ്ട്രി സ്വീകരിക്കുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സമ്മറി പാർട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടേ. ഓവറോൾ എന്താണ് കൾച്ചർ ഇൻഡസ്ട്രി റീകൺസിഡേർഡ് എന്ന് പറയുന്ന, റീകൺസിഡേർഡ് ആണ് ബിക്കോസ് ആദ്യത്തെ ഡയലക്റ്റിക് ഓഫ് എൻലൈറ്റ്മെന്റിൽ പറയുന്നുണ്ട്. സോ ഇതാണ് ഇതിന്റെ ബേസിക് ആംഗിൾ. ഈ ഒരു പ്ലെയിനിലായി എസ്സേ ഇരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒത്തിരി കുഞ്ഞു ആസ്പെക്റ്റുകളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ പ്ലേറ്റോ റെഫറൻസുകളുണ്ട്, ബ്രച്ചിന്റെ റെഫറൻസ് ഉണ്ട്, ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. അടുത്ത ക്ലാസ്സുകളിൽ തൊട്ടടുത്ത ക്ലാസ്സിൽ തന്നെ ഒറിജിനൽ എസ്സേ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വരയിട്ട് അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് എല്ലാം പിക്ക് ചെയ്യേണ്ടതുണ്ട്. പ്രോപ്പറായിട്ട് പഠിക്കുക. മണിക്കൂറുകൾ നീണ്ട പഠനമൊന്നും കൾച്ചറൽ സ്റ്റഡീസിന് വേണ്ട. നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു മെത്തേഡിൽ മാത്രം പ്രിപ്പയർ ചെയ്ത് പോയാൽ മതി. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.